ഏവർക്കും പീറ്റേഴ്സ് സ്ക്രീനിലേക്ക് സ്വാഗതം. നെടുമണ്ണി ഫാത്തിമ മാതാ ദേവാലയത്തിലെ തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇന്ന് തിരുനാളിന് ആശംസ അർപ്പിക്കാൻ പീറ്റേഴ്സ് സ്ക്രീനോടൊപ്പം ചേരുന്നത് നമ്മുടെ ഇടവക അംഗവും തക്കല രൂപത മുൻ ചാൻസലറും വികാരി ജനറലുമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട വെരി റവറൻ ഫാദർ മാത്യു തെക്കേക്കുറ്റാണ്. ഞങ്ങൾ സ്നേഹപൂർവ്വം മാത്തുക്കുട്ടിയച്ച എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാത്തുക്കുട്ടിയച്ചനെ തിരുനാൾ ആശംസ അർപ്പിക്കാൻ ഏറെ സ്നേഹപൂർവ്വം പീറ്റേഴ്സ് സ്ക്രീനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവക മധ്യസ്ഥയായ ഫാത്തിമ മാതാവിൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ തക്കലയിൽ നിന്നും ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്കേവർക്കും ഞാൻ ആശംസിക്കുകയാണ്. തിരുനാൾ ആഘോഷങ്ങൾ ആത്മപരിശോധനയുടെ നാളുകളാണ്. കഴിഞ്ഞ വർഷത്തെ തിരുനാൾ ആഘോഷത്തിന് ശേഷം ഫാത്തിമ മാതാവിൻ്റെ മക്കളായി നാം എത്രമാത്രം വളർന്നു എന്ന് പരിശോധിച്ചറിയേണ്ട നാളുകൾ. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ ലൂസി, ജസീന്ത, ഫ്രാൻസിസ് എന്നീ കുട്ടികൾക്ക് പ്രത്യക്ഷയായപ്പോൾ സമാധാനത്തിനു വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണമെന്നാണ് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടത്. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ നാട്ടിലും സമാധാനത്തിൻ്റെ നിറവ് ഉണ്ടാകണമെങ്കിൽ ജപമാല ചൊല്ലുന്ന, അതിൽ മുടക്കം വരുത്താത്ത മക്കളായിട്ട് നമ്മൾ ആയിത്തീരേണ്ടതുണ്ട്. ഇനി ജീവിതത്തിൽ എന്തെന്ന് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ഞാൻ ചിന്തിച്ചപ്പോൾ ഈ ദേവാലയത്തിൽ വന്നിരുന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടി ജപമാല ചൊല്ലിയതിന് ശേഷമാണ് പൗരോഹിത്യത്തിലേക്ക് എന്ന തീരുമാനമെടുക്കാൻ എനിക്ക് ഇടയായത്. പൗരോഹിത്യ പരിശീലനത്തിൻ്റെ കാലഘട്ടങ്ങളിൽ പല പ്രതിസന്ധികളുണ്ടായപ്പോഴും അതിനെയെല്ലാം അതിജീവിച്ച് പൗരോഹിത്യം സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചതും ഇന്ന് ഈ നിലയിലായിരിക്കുന്നതിനും കഴിഞ്ഞത് പരിശുദ്ധ അമ്മയുടെ സഹായത്താലാണ്. തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായി പൊതുവായി ജപമാല ദേവാലയത്തിൽ നമ്മൾ ചൊല്ലുന്നുണ്ടെങ്കിലും നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാവരും ചേർന്ന് എല്ലാ ദിവസവും നാം ജപമാല ചൊല്ലുന്നുണ്ട് എന്ന കാര്യം ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരുനാൾ ആഘോഷത്തിൻ്റെ ചൈതന്യവും അതുപോലെ തന്നെ പരിശുദ്ധമ്മയുടെ മക്കളായിട്ട് നമ്മൾ ആയിത്തീരുക. അതിനുള്ള കൃപ, അതിനുള്ള എല്ലാവിധ സഹായങ്ങളും ഈ തിരുനാൾ ആഘോഷങ്ങൾക്ക് നിങ്ങൾക്ക് ഇടയാക്കട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എൻ്റെ ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും ദൈവാനുഗ്രഹപ്രദമായി തീരുന്നതിനു വേണ്ടിയും കൂടിയും പ്രാർത്ഥിക്കുമല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.